ഹോർമൂസ് കടലൊടുക്ക് അടച്ചതിനെ തുടർന്ന് ആഗോളതലത്തിൽ ഉയർന്ന ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കടലൊടുക്കിലൂടെ നടക്കുന്ന എണ്ണ ഗതാഗതം നിലച്ചതോടെ നിരവധി രാജ്യങ്ങൾ ഗുരുതരമായ ഇന്ധനക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായ ഹോർമൂസ് അടച്ചതോടെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലും ഏഷ്യയിലുമുള്ള നിരവധി രാജ്യങ്ങൾക്ക് ഇന്ധനം ലഭിക്കുന്നതിൽ വലിയ തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലൊടുക്ക് അടച്ചിരിക്കുന്നതിനാൽ ഇറാനെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരാത്ത രാജ്യങ്ങൾക്ക് ഇന്ധനം ലഭ്യമാക്കില്ല. നിങ്ങൾക്ക് രണ്ട് വഴികളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് ഇന്ധനം വാങ്ങുക, അല്ലെങ്കിൽ ധൈര്യം സംഭരിച്ച് ഹോർമൂസിലേക്ക് പോയി അത് സ്വന്തമാക്കുക എന്നാണ് ട്രംപ് കുറിച്ചത്. ഈ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൂടാതെ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യരാജ്യങ്ങൾക്ക് എതിരെ ട്രംപ് പരോക്ഷമായി മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ സ്വയം പോരാടാൻ പഠിക്കേണ്ട സമയമാണിത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വരാത്തതുപോലെ ഇനി നിങ്ങളെ സഹായിക്കാൻ അമേരിക്ക അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ എണ്ണ സ്വയം കണ്ടെത്തുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പരാമർശം. ഇതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ഉയർന്നുവരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പങ്ക് വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഹോർമൂസ് കടലൊടുക്കിൽ ഉണ്ടായ തടസ്സങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ ഈ ആരോപണങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. എങ്കിലും ഈ കടലൊടുക്ക് അടച്ചതോടെ ആഗോള എണ്ണവിലയിൽ ഉയർന്നതും വിതരണ ശൃംഖലകൾ തകർന്നതും വിവിധ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്ന ഘട്ടങ്ങളിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് പീറ്റ് ഹെഡ്സ് ആണ്. വരും ദിവസങ്ങൾ അതീവ നിർണായകമാകുന്നുവെന്നും മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹെക്സത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാൻ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെന്നും സൈനികമായി വലിയ നീക്കങ്ങൾ നടത്താനുള്ള ശേഷി അവർക്കില്ലെന്നുമാണ് ഹെക്സത്ത് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ വിലയിരുത്തലുകൾ എത്രത്തോളം കൃത്യമാണെന്ന് സംബന്ധിച്ച് വിവിധ വിദഗ്ധർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചിലർ ഇറാന്റെ സൈനിക ശേഷിയെ കുറച്ചു കാണരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലൊടുക്ക് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ കയറ്റുമതിയും ഈ കടലിലൂടെ നടക്കുന്നതാണ്. ആയതിനാൽ ഈ വഴി അടയ്ക്കുന്നതോടെ പല രാജ്യങ്ങൾക്കും പകരമാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇതിനൊപ്പം ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാ മേഖലകളും പരസ്പരം ബന്ധിപ്പിക്കുന്ന പുതിയ സാഹചര്യമായാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഊർജ്ജ സുരക്ഷ ഇനി വെറും സാമ്പത്തിക വിഷയമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെ വിദേശ നയത്തിന്റെയും പ്രധാന ഘട്ടമായി മാറിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സഹകരണത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ രാജ്യങ്ങളെ സ്വയം പ്രാപ്തിയിലേക്ക് നയിക്കുമോ എന്നത് ഇനി കാണേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഹോർമൂസ് കടലൊടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നതിനിടയിലും സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. രാജ്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതുവരെ ഏകദേശം 846 ഡ്രോണുകളും 71 മിസൈലുകളും തകർക്കാൻ സൗദി പ്രതിരോധ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. യുഎസിനോ ഇസ്രായേലിനോ ഇറാനിലെ ചിത്രങ്ങളോ വീഡിയോ അയക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. അങ്ങനെ ചെയ്താൽ എല്ലാ സ്വത്തുക്കളും കണ്ടുകിട്ടി വധശിക്ഷയ്ക്ക് വിധേയരാകാനാണ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. യുഎസിനും ഇസ്രായേലിനും വിവരങ്ങൾ കൈമാറുന്നതായി ആരോപിച്ച 2 പേരെ ഇറാൻ അധികൃതർ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു 2 പേരുടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്കും സമാധാന ചർച്ചകൾക്കും വലിയ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നു. യുദ്ധപരമായ നീക്കങ്ങൾക്ക് പകരം സംവാദത്തിലൂടെ പ്രശ്നപരിഹാരം നടത്തുക എന്നതാണ് ദീർഘകാല സ്ഥിരതയ്ക്കുള്ള മാർഗമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വരും ദിവസങ്ങൾ ഈ മേഖലയുടെ ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായക ഘട്ടങ്ങളായി മാറുമെന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.